സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കനത്ത വെയിലും കത്തുന്ന ആവേശത്തിലാണ് വോട്ടർമാർ ഇപ്പോഴും. 1 മണി പിന്നിടുമ്പോൾ വോട്ടിംഗ് ശതമാനം 49%. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ സംഘർഷവും റിപ്പോർട്ട് ചെയ്തു. പലയിടങ്ങളിലും കള്ളവോട്ടും കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് പയ്യാനിക്കൽ, തൃശൂർ വടക്കാഞ്ചേരി, കാസർഗോഡ് പുതിലോട്ട് എന്നിവിടങ്ങളിലാണ് ആരോപണം ഉണ്ടായത്. ഫറോക്കിൽ LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ BAOമാരും പോലീസുമായി വാക്കേറ്റമുണ്ടായി. അധികാരത്തിലെത്താമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതു വലതു മുന്നണികൾ. നിർണായക ശക്തിയാകുമെന്ന് BJPയും അവകാശപ്പെടുന്നു. വിവിധ ബ്യൂറോകളിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഒരു പോളിംഗ്, പ്രത്യേകിച്ച് BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കൂടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും BJPക്ക് സ്വാധീനമുള്ളതും അതുപോലെ തന്നെ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നതുമായ 3 മണ്ഡലങ്ങളിലാണ് അതിശക്തമായ പോളിംഗ് രാവിലെ മുതൽ ഉള്ളത്. ഇപ്പോൾ ഔദ്യോഗിക കണക്ക് 11:30 വരെയുള്ള കണക്കുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ 33.37% 1.5 മണിക്കൂർ മുമ്പ് തലസ്ഥാനത്തെ ഔദ്യോഗിക പോളിംഗ് കണക്ക്. ഇത് തീർച്ചയായും മഞ്ജു സൂചിപ്പിച്ചത് 40-ന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കണം. അതിൽ തന്നെ ഏറ്റവും അധികം പോളിംഗ് ഉള്ളത് തിരുവനന്തപുരത്ത് തന്നെ നേമത്ത് 37.3%, നെടുമങ്ങാട് 35.41%. കഴക്കൂട്ടത്ത് അതിലും ഏറെ പോളിംഗ് 36.30% പോളിംഗ് ഉണ്ട്. അങ്ങനെ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ വലിയ പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ ഈ കോവളം പോലുള്ള മണ്ഡലങ്ങളിൽ 31.5 മാത്രമായിരുന്നു നേരത്തെയുള്ള പോളിംഗ്. നെയ്യാറ്റിൻകരയിലും കാര്യമായി പോളിംഗ് ഉയരുന്നില്ല. പക്ഷേ അരുവിക്കരയിൽ അതിശക്തമായ പോളിംഗ് 35% പോളിംഗ് 11:30 തന്നെ ഉണ്ട്. അതിപ്പോൾ 40 കഴിഞ്ഞത് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും 3 മണ്ഡലങ്ങൾ കഴക്കൂട്ടം, നേമം, അതുപോലെ വട്ടിയൂർക്കാവ് 3 സ്ഥലങ്ങളിലുമാണ് അതിശക്തമായ പോളിംഗ്. വട്ടിയൂർക്കാവിലും രാവിലെ 11:30 തന്നെ 35% പിന്നിട്ട് പോളിംഗ് ശതമാനം പോയിരുന്നു. വരും മണിക്കൂറിൽ ഇത് കൂടാൻ തന്നെയാണ് സാധ്യത. ഞാനിപ്പോൾ ഉള്ളത് കോവളം മണ്ഡലത്തിൽപ്പെട്ട ഇവിടെ. പക്ഷേ കാര്യമായ തിരക്ക് 9 ബൂത്തുകളാണ് ഇവിടെ. കാര്യമായ തിരക്ക് രാവിലെ മുതലില്ല എന്നാണ് ഇവിടെ പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. വൈകുന്നേരം സ്വാഭാവികമായും കടുത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വെയിൽ ഒന്ന് മാറിയ ശേഷം കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനെത്തുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അതിശക്തമായ പ്രചരണം നടന്നിരുന്നു എല്ലായിടത്തും. പ്രത്യേകിച്ചും ഈ BJP ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം അതിശക്തമായ പ്രചരണമാണ്, കാടിളക്കിയുള്ള പ്രചരണം തന്നെ പറയേണ്ട പ്രചരണമാണ് നടന്നത്. അതുകൊണ്ട് വരും മണിക്കൂറിൽ പോളിംഗ് ശതമാനം ഉയർന്നേക്കാം. 74.06 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം. അതിൽ തലസ്ഥാനത്തെ പ്രധാന മണ്ഡലങ്ങളിലൊക്കെ വട്ടിയൂർക്കാവിലേക്ക് 64.15 ഉള്ളെങ്കിലും ബാക്കിയെല്ലാം 70-അടുത്ത പോളിംഗ് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇതും ഒരുപക്ഷെ ഈ 3 മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവ്, നേമം, അതുപോലെ തന്നെ കഴക്കൂട്ടം, അതിനൊപ്പം അരുവിക്കരയും ഒക്കെ ഒരുപക്ഷെ ഈ താങ്കളിലേക്ക് പറയുമ്പോൾ ശ്രീ രത്തൻ ഖേൽക്കർ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ് വോട്ട് ചെയ്തതിനു ശേഷം. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഫസ്റ്റ് ടൈം വോട്ടേഴ്സിന് നമ്മൾ ഹൽവ വിതരണം ചെയ്തിട്ട് അവരെല്ലാവിധ ആശംസകൾ നേരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മളൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ കണക്ക് തന്നെ ഏകദേശം ഒരു 7 ലക്ഷം ഉണ്ടായിരുന്നു SIR സമയത്ത് തന്നെ. സോ അത്ര ആൾക്കാർ നമ്മുടെ വോട്ടർ പട്ടികന് പുറത്തായി. പിന്നെ പെർമനന്റ് ആയിട്ട് ഷിഫ്റ്റ് ആയിട്ടുള്ളവരും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത്ര ആൾക്കാർ കൂടി ഇതിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഇമ്പാക്ട് തീർച്ചയായിട്ടും നമുക്ക് വോട്ടിംഗ് അവസാനത്തോടു കൂടി നമുക്ക് കാണാൻ കൂടി സാധിക്കും. ഇല്ല, നമ്മുടെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. നമ്മുടെ SIRയുടെ ഭാഗമായിട്ട് ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ സമയത്ത് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് പരാമർശം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഫൈനൽ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തു. അത് കാണിട്ടും എല്ലാ ജനങ്ങൾക്കും പൊളിറ്റിക്കൽ പാർട്ടീസിനും ആ ഇലക്ട്രൽ റോളിയുടെ ഒരു സ്ക്രൂട്ടിനി അവരുടെ മുൻപാണ് എല്ലാം നടന്നിട്ടുള്ളത്. സോ കൃത്യമായിട്ട് SIR നടന്നിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് വോട്ടർ പട്ടിക ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള ആള് കൃത്യമായിട്ട് വന്നിട്ട് വോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഫലം നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പല പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് മെഷീൻ കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതേ തുടർന്ന് കൃത്യസമയത്ത് 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഇപ്പോൾ വൈകുന്നേരം തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ
ആ രീതിയിലുള്ള തുടർ നടപടികളുണ്ടാവും? ഇല്ല, നമുക്ക് രാവിലെ വന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് 2 പോളിംഗ് സ്റ്റേഷനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രയാസം വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അരമണിക്കൂറുള്ളിൽ തന്നെ അവിടെ എല്ലാ പോളിംഗ് സ്റ്റാർട്ടായി. ഇപ്പോൾ കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാക്സിമം നമ്പർ ഓഫ് ഇലക്ടേഴ്സ് ഒരു പോളിംഗ് സ്റ്റേഷനിൽ 1200 പേർ മാത്രമാണ് വേണ്ടത്. സോ അങ്ങനെ നമ്മുടെ ആവറേജ് എടുക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആവറേജ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് 885 ആണ്, 885. സോ അത്ര ആൾക്കാർ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 6 മണി കഴിഞ്ഞ് ക്യൂവിൽ ഉണ്ടാവും ഉള്ള ആൾക്കാർക്ക് അത് നമ്മുടെ നിലവിലുള്ള സംവിധാനം അനുസരിച്ചിട്ട് അവർക്ക് ഒരു ടോക്കൺ കൊടുക്കാൻ നിർബന്ധമാണ്. പിന്നെ 6 മണിക്ക് മുൻപ് വന്നിട്ടുള്ള എല്ലാ വോട്ടേഴ്സിന് വോട്ടിംഗ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. പലയിടത്തും ആളുകൾ വോട്ടർമാർ നിറയെ എത്തുന്നുണ്ട്, പക്ഷേ പ്രോസസ്സ് സ്ലോ ആകുന്നുണ്ട്, ഒരു മന്ദഗതിയിലാകുന്ന ഒരു പ്രതിസന്ധി പലയിടങ്ങളിലും. അതിപ്പോൾ നമ്മൾ നമ്മുടെ കൺട്രോൾ റൂമോട് കൂടി നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് വന്നതായിട്ട് ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു ആൾക്കാർ സ്ട്രീംലൈൻ ചെയ്തിട്ട് പോകണമെന്നുള്ളതുണ്ട്. അത് ആൾക്കാരത് മാനേജ് ചെയ്തോളും. പോളിംഗ് ശതമാനം കൂടുമെന്നുള്ള പ്രതീക്ഷയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർക്കുള്ളത്. അതിന് കാരണവുമുണ്ട്. SIR പ്രകാരമാണ് ഇത്തവണ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. SIR നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ വോട്ടർ പട്ടിക പ്രകാരമാണ് ഇത്തവണ പോളിംഗ് നടക്കുന്നത്. അതുമാത്രമല്ല, അതിൽ നിന്ന് മരിച്ചവരെ മാറ്റിയിട്ടുണ്ട്, ഇരട്ട വോട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. മിക്ക മണ്ഡലങ്ങളിലും അതിനാൽ തന്നെ വോട്ടർമാരുടെ എണ്ണത്തിലും കുറവായിട്ടുണ്ട്. പക്ഷേ ചില മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുമുണ്ട്. എന്തായാലും ശുദ്ധമായ വോട്ടർ പട്ടികയായതിനാൽ, ശുദ്ധീകരിച്ച വോട്ടർ പട്ടിക ആയതിനാൽ, ലൈവ് വോട്ടർമാർ മാത്രം ഉള്ളതിനാൽ ഇത്തവണ പോളിംഗ് ശതമാനം കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില ബൂത്തുകളിൽ നീണ്ട ക്യൂ ആണ്. പോളിംഗിൻ്റെ നടപടിക്രമങ്ങൾ വൈകുന്നുണ്ട്. പക്ഷേ ബൂത്തിൽ എത്തിയിട്ടുള്ള ക്യൂവിലുള്ള എല്ലാ വോട്ടർമാർക്കും 6 മണി സമയത്ത് ക്യൂവിലുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ടവകാശം വിനിയോഗിക്കുവാനുള്ള അവസരം ഉണ്ടാകുമെന്ന് രത്തൻ ഖേൽക്കർ ഉറപ്പ് നൽകുകയാണ്. എന്തായാലും പോളിംഗ് പുരോഗമിക്കുമ്പോൾ 50% സംസ്ഥാനത്തെ ആകെ പോളിംഗ് ശതമാനം അടുക്കുകയാണ്. ഇത് ഉച്ചയോടുകൂടി ഏതാണ്ട് 45% എല്ലാ വർഷവും വരാറുള്ളതാണ്. ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ എന്ന് പറയാം ഈ ഘട്ടത്തിൽ. കാരണം 49.2% സംസ്ഥാനത്താകെ എന്ന് പറയുമ്പോൾ അത് വലിയ പോളിംഗ് ശതമാനം തന്നെയാണ്. പിന്നെ രാവിലെ ചൂട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആളുകൾ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു. രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാം എന്നുള്ള ആഗ്രഹത്തിൽ. അതിനാൽ തന്നെ ഇത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ കണക്കാക്കാൻ. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും അക്രമ സംഭവങ്ങളല്ല, ചില സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായിട്ടും കോഴിക്കോട്, അതുപോലെ തന്നെ കാസർഗോഡ്, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് നടക്കുന്ന ഈ സമയത്തും ചിലയിടങ്ങളിൽ നിന്ന് ചില സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് ബേപ്പൂരിൽ നിന്ന്. അനീഷ്, എന്താണ് ഇപ്പോൾ അവിടെയുള്ള പ്രശ്നം? അവിടെ ഒരു ബൂത്തിൽ, അത് കോഴിക്കോട് നോർത്തിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരാൾ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മറ്റൊരാൾ വോട്ട് ചെയ്തു. അത് ചില പ്രശ്നങ്ങൾക്കിടയാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഫറോക്കിൽ പ്രശ്നമുണ്ടായിരുന്നു. LDF പ്രവർത്തകർ ആ ബൂത്തിൽ വോട്ടില്ലാഞ്ഞിട്ട് കൂടി അങ്ങോട്ട് വന്നു. അതിനെ UDF ചോദ്യം ചെയ്തു. ആ സംഘർഷം, അതിൻ്റെ ദൃശ്യങ്ങളും കാണാം. എന്താണ് കോഴിക്കോട് നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? എങ്ങനെ മുന്നോട്ട് പോകുന്നു പോളിംഗ്? മഞ്ജുഷ്, കനത്ത പോളിംഗ് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും രേഖപ്പെടുത്തുന്നത്. കോഴിക്കോട് നഗരത്തിലും ഒപ്പം മലയോര മേഖലകൾ, തിരുവമ്പാടി പോലുള്ള, പേരാമ്പ്ര പോലുള്ള ഇടങ്ങളിലും വലിയ പോളിംഗ് ഉണ്ട്. നമ്മൾ കോഴിക്കോട് ബീച്ചിനടുത്തൊക്കെ വരുന്ന പയ്യാനക്കൽ എന്ന കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.